ഒരു പക്ഷേ നകുലിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോടാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ പാർവതിയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്താണെന്നറിയില്ല, ഗ്ലൗസ് ഇടാത്തോണ്ട് കൈക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല. 10-50 കിലോയുള്ള ഡംബൽസ് എടുത്ത് അമ്മാനാടുന്ന ആളിന് നിസാര 10-20 കിലോയുള്ള ഈ ബോക്സ് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? കഷ്ടം തന്നെ. അങ്ങോട്ട് മാറിയെന്ന് ഇത് ഞാൻ എടുത്തോളാം. ജിമ്മമാരുടെ പേര് കളയാനായിട്ട് ഒരു മണക്കണം. അപ്പൊ ജിമ്മനുണ്ണി സമ്മതിക്കണം. അവളുമാരുടെ മുന്നിൽ നാണം കെട്ടപ്പോ സമാധാനായല്ലോ. അത് പിന്നെ ഒരാഴ്ച എന്റെ പ്രോട്ടീൻ പൗഡർ തീർന്നു പോയിട്ട്. പ്രോട്ടീൻ എടുക്കാത്തതിന്റെ കുഴപ്പം, പക്ഷേ അങ്ങോട്ട് പവർ കിട്ടുന്നില്ല. പ്രോട്ടീൻ എടുത്താലും ഇത് തന്നെയായിരിക്കും നിന്റെ അവസ്ഥ. ചമ്മി. ഗിരി, എന്താ അപ്പച്ചി? നീ എന്താടാ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി, വെറുതെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഉള്ള പണി മുഴുവൻ ഓടി നടന്ന് ചെയ്ത് നീ ആകെ വിയർത്തല്ലോ ഗിരി. അപ്പച്ചി അപ്പച്ചി എന്തായി കാണിക്കുന്നത്? ഇത്രയും വിലയുള്ള സാരി വെച്ച് എന്റെ വിയർപ്പ് ഉടയ്ക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവോ? ഇതെന്റെ കടമയല്ലേ അപ്പച്ചി. അമ്മ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയപ്പോ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് അപ്പച്ചിയെ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം മക്കളുടെ സ്ഥാനത്ത് കണ്ട അപ്പച്ചി ഞങ്ങളെ വളർത്തിയത്. നകുലിനെയും എന്നെയും അപ്പച്ചി വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്നതിന് അപ്പച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്നെ ഞാൻ എന്നും എന്റെ മകനെ പോലെ തന്നെയാ കാണുന്നേ. ഒരു പക്ഷേ നകുലിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോടാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ പാർവതിയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നമ്മുടെ കരിനീലിക്കാവിനെ സ്നേഹിക്കുന്ന, ഇവിടെ ജീവിക്കാൻ തയ്യാറുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിലോ? അത്രയും സന്തോഷം. പക്ഷേ അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. പണ്ട് നീയും പാർവതിയും കുട്ടിയായിരുന്നപ്പോ ഞാനും ശങ്കരേട്ടനും തമ്മിൽ പറയുമായിരുന്നു പാർവതി ഗിരിക്കുള്ളതാണെന്ന്. അതെല്ലാം വെറും മോഹങ്ങളും സ്വപ്നങ്ങളുമായി. പണ്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അത് നടക്കണമെന്നുണ്ടോ അപ്പച്ചി? അതൊക്കെ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇന്ന് പാറു എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. ചിന്തിക്കുമ്പോ എല്ലാം ചിന്തിക്കണ്ടേ അപ്പച്ചി? പാറുവിനെ വിവാഹം കഴിക്കാൻ
എനിക്കെന്ത് യോഗ്യത ഉള്ളത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, നിന്നെപ്പോലെ ഒരാൾക്കും എന്റെ പാറുവിനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആവില്ല. അവളെ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന ഒരാളാവണം അവളുടെ ഭർത്താവേണ്ടത്. അതൊക്കെ അപ്പച്ചിയുടെ ചിന്തയാ. എന്നെക്കാളും പാറുവിനെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാ പാറുവിന് ഭർത്താവായി വരുന്നത്. ഇന്ദ്രനെ കുറിച്ചാണോ നീ പറയുന്നത്? ഗിരി, നിന്റെ അമ്മാവന്റെ മുന്നിൽ നിശബ്ദയായി ഞാൻ നിൽക്കുന്നെങ്കിലും എല്ലാവരെയും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിന്നോടായതുകൊണ്ട് ഞാൻ പറയാം, പാറുവിന്റെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്നോർത്ത് എനിക്കൊരു സമാധാനവും ഇല്ല മോനെ. അപ്പച്ചി വിഷമിക്കണ്ട. സന്തോഷമുള്ള ഒരു ജീവൻ തന്നെയായിരിക്കും പാറുവിന് കിട്ടുന്നത്. നീയാണ് പാറുവിന്റെ കഴുത്തിലെ താലി കെട്ടിയിരുന്നെങ്കിൽ നീ ഈ പറയുന്നത് ഞാൻ വിശ്വസിച്ചേനെ. ഇപ്പോ എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ കരുനീലിക്കാവിലമ്മേ, എന്റെ മോളെ പ്രയാസപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. അമ്മ കാക്കോ അപ്പച്ചി. അപ്പച്ചി നോക്കിക്കോ. പാറുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നിനക്ക് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താൻ. എനിക്ക് കല്യാണമൊന്നും വേണ്ട അപ്പച്ചി. അത് കൊള്ളാം. നീ എന്താ സന്യസിക്കാൻ പോവാണോ? നിന്നെ കെട്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗിരിയേട്ടാ, പാർവതിയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പാറു, നേരത്തെ പറഞ്ഞ പോലെ വെളുപ്പിന് 2 മണിക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അത് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വന്നത്. ഗിരിയേട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? വെളുപ്പിന് 2 മണിക്ക് തന്നെ പോണോന്ന്. പാറു പറയുന്ന പോലെ തന്നെ ചെയ്യാം. സിദ്ധാർത്ഥൻ ഡോക്ടർ കാത്തിരിക്കുമല്ലോ. അപ്പൊ ശരി, എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. ബൈ.